നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. നവ്യാനുഭവങ്ങളുടെ കാഴ്ചക്കൂട്ടുകളുമായി ജീസസ് കിഡ്സിലേക്ക് സ്വാഗതം. മറ്റുള്ളവരുടെ അനുഭവങ്ങൾ നമ്മെ രസിപ്പിക്കുക മാത്രമല്ല പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാ പുത്തൻ അനുഭവങ്ങളുമായി കാട്ടിലെ കൂട്ടുകാർ. പപ്പീസിന്റെ വായന കണ്ടാ തോന്നും ഭയങ്കര ഇംഗ്ലീഷുകാരനാണ്. ഇത്രയൊക്കെ വായിച്ചിട്ടെന്താ, ലോകവിവരം എന്റെ അത്ര പോലും ഇല്ലല്ലോ. ഗംഭീരെ, ലോകവിവരം നേടാൻ തന്നെയാ പേപ്പർ വായിക്കുന്നത്. പക്ഷേ ഈ ഏഴിമലക്കാട് മാത്രമല്ല ലോകമെന്ന് മനസ്സിലാക്കുന്നത് നിനക്ക് നല്ലതാ. അതെനിക്കിട്ടൊന്ന് താങ്ങിയതാണല്ലോ. അതങ്ങനെ എങ്ങോട്ട് താങ്ങിയ അങ്ങോട്ടും താങ്ങും. ചേടാ, ഇത് ഭയങ്കര കോൺട്രയല്ലോ. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. ഈയടാ, ഇതാണോ തമാശ? എനിക്ക് തമാശയായിട്ട് തോന്നിയില്ല. ഓ, എന്റെ പപ്പീസ് വിട്ട് കളി പ്ലീസ്, വെറുതെ സീനാക്കല്ലേ. അതെ, ഇംഗ്ലീഷ് പേപ്പർ അല്ലേ, എന്തെങ്കിലും ജോലി സാധ്യത ഇതിനകത്ത് ഉണ്ടോ എന്ന് നോക്കിയതാ. അയ്യോ, എന്നാ പപ്പീസ് നോട്ട് നിർത്തല്ലേ. കണ്ടിന്യൂ 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 കണ്ടിന്യൂ. താൻ തന്നെ അങ്ങ് ചോദിക്കാ മതി. നേരത്തെ എനിക്കിട്ട് താങ്ങിയതല്ലേ താൻ. ഞാനാ ഇതിപ്പോ കോഴിന്റെ മാല കിട്ടി കുറഞ്ഞ പോലെയല്ലേ. ചുമ്മാ വീ പഠിക്കരുത്. പേപ്പർ നേരാവണ്ണം പിടിക്കാൻ പോലും അറിയത്തില്ല. പേപ്പർ പിടിച്ചെന്താ കുഴപ്പം? സ്കൂളിൽ വിട്ടപ്പോ നേരാവണ്ണം പഠിക്കാതെ പേപ്പർ പിടിച്ച് വട്ടം കറങ്ങ. ഞാൻ നോക്കിക്കോളാമെന്ന് ആദ്യമേ പറഞ്ഞതല്ലേ. എന്തെങ്കിലും ഉണ്ടോ? എവിടുന്ന് നോ രക്ഷ. ഇതിനകത്ത് ഒരു സാധ്യതയും കാണുന്നില്ല. എന്തെങ്കിലും കാണുന്നു. ഒന്നുകൂടി അരിച്ചു പെറുക്കി നോക്കങ്ങട്. ദേ, പത്രം വായിക്കാൻ എന്നെ പഠിപ്പിക്കല്ലേ. എനിക്കറിയാം പത്രം വായിക്കാൻ. ഒരു പണി ഇതിനകത്ത് കാണുന്നുണ്ട് കേട്ടോ. കേക്കട്ടെ. പക്ഷേ സംഗതി അല്പം റിസ്കാ. അതല്ല വേണ്ടത്. എന്ത്? ഡിസ്ക് 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 അല്ലടോ, റിസ്ക് എന്ന് വെച്ച ബുദ്ധിമുട്ടാണെന്ന്. അതായിരുന്ന കുറച്ച് ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ലെന്ന്. എളുപ്പമുള്ള പണിയാ മതി. എന്റെ അമ്മ, കുറച്ച് ദൂരെ പോയി കാര്യങ്ങൾ പഠിക്കണം. എന്തായാലും വേണ്ടില്ല, പപ്പീസ് ഒന്ന് വായിക്കട്. എന്നാ ശരി. ട്രെയിനിങ് ഇൻ മാജിക്. ട്രെയിനർ വേൾഡ് ഫേമസ് മാജീഷ്യൻ ലെംബോ. മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് പറയണ്ട പപ്പീസ്. പ്രശസ്ത മാജീഷ്യൻ ലെംബോ മാജിക്കിൽ പരിശീലനം നൽകുന്നു. തനിക്ക് വായിക്കാൻ അറിയില്ല, പിന്നെ എന്തിനാ കേട്ടപ്പോഴേ എനിക്കൊരു ഇൻട്രസ്റ്റ്. ബാക്കി വായിക്കട്ടെ. ഡെയിലി പ്രാക്ടീസ്, ഏൺ മണി ത്രൂ പെർഫോമൻസ്. അതായത് എല്ലാ ദിവസവും പരിശീലനം, അത് കഴിഞ്ഞ് അനേകായിരം സമ്പാദിക്കാം. കൊള്ളാമല്ലോ. നോക്കട്ടെ ബാക്കി. സ്മോൾ ഫീസ്,
After training, earn lakhs of money. ഓ, എന്തായാലും അത് കൊള്ളാട്ടാ. പക്ഷെ മാജിക് ഒക്കെ അല്പം റിസ്കാ. ഡിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറാണെന്ന്. എന്ത്? അല്ല, അതിന് ഞാൻ തയ്യാറാണെന്ന്. ഓക്കെ എന്തായാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ശരി ഓക്കെ. ഓ എന്റെ ദൈവമേ, ഒരു വാക്കെങ്കിലും തെറ്റിക്കാതെ ഇംഗ്ലീഷിൽ പറഞ്ഞല്ലോ. ഈ ഭാഗത്ത് എവിടുന്നോ എന്റെ പപ്പീസ് ഒന്ന് വിളിച്ചു നോക്ക്. ദേ, നമുക്ക് സ്ഥലം അറിയാത്തതാണ്. ചുമ്മാ ധൃതി വെക്കാതെ ഞാൻ വിളിച്ചു നോക്കട്ടെ. അല്ല, ചേട്ടന്മാർക്ക് എങ്ങോട്ടാ പോകേണ്ടത്? ഈ മെജിഷ്യൻ ലംബോ സാറിന്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോണത്. ഓ, മാജിക് പഠിക്കാനായിരിക്കും അല്ലേ? അതെ മാജിക് പഠിക്കാനാ. ചേട്ടന്മാരെ, ഇവിടെ നിന്നാ വണ്ടി കിട്ടില്ല. ദേ, ആ റോഡ് കണ്ടോ? അതിലെ അങ്ങോട്ട് കുറച്ച് നടക്കണം. അപ്പോ ഒരു ജംഗ്ഷൻ കാണും. അവിടുന്ന് ആ വണ്ടി കിട്ടുക. വളരെ ഉപകാരം. ശരി, ഞങ്ങൾ പോയിക്കോട്ടെ. അന്ന് ശരി. വാ. ഇനിയിപ്പൊ എന്റെ വണ്ടി എപ്പോഴാണാവോ വരുന്നത്? അപ്പോ നിങ്ങള് കുറെ ദൂരെ നിന്നാണല്ലേ? അതെ സാറേ, അതെ. ഇങ്ങോട്ട് വരാനുള്ള വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ? ഇല്ല സാറേ. ശരി, മാജിക് എന്ന് പറയുന്നത് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു തട്ടിപ്പാ. ആളുകളുടെ കണ്ണിന്റെ ശ്രദ്ധ ഒരു നിമിഷം കൊണ്ട് തിരിക്കുന്ന ആളാണ് യഥാർത്ഥ മജീഷ്യൻ. കൈവേഗത കൊണ്ട് മറ്റുള്ളവരുടെ ശ്രദ്ധ തിരിക്കുക, മാജിക് കൊണ്ട് മറച്ചു പിടിച്ച് ആളുകളുടെ ശ്രദ്ധ തിരിക്കുക. ഇതൊക്കെയാണ് മാജിക്കിന്റെയും മജീഷ്യന്റെയും വിജയം. അതുപോട്ടെ, നിങ്ങളിൽ ആർക്കാണ് മാജിക് പഠിക്കാൻ താല്പര്യമുള്ളത്? അത് പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും താല്പര്യം. ഒരു കലയാണ് മാജിക്. മാജിക്കിനെ ദുരുപയോഗം ചെയ്യരുത്. മാജിക് കലാകാരന്മാർക്ക് ഒരു ഉപജീവന മാർഗവും കാണികൾക്ക് നയനമനോഹര ദൃശ്യവുമാണ്. ശരി, അടുത്ത ദിവസങ്ങളിൽ നമുക്ക് പഠനം ആരംഭിക്കാം. ഇന്ന് നിങ്ങൾ വന്നതല്ലേ ഉള്ളൂ, ക്ഷീണം കാണാം. വിശ്രമിച്ച് നാളെ കാണാം. അവിടെയാണ് നിങ്ങൾക്കുള്ള താമസ സ്ഥലം. അങ്ങോട്ട് പോയിക്കൊള്ളൂ. ശരി സാറേ. താനതിന്ദ താനതിന്ദന തന്ദാന താനേ താനേ തന്ദാന താനതിന്ദ താനതിന്ദന തന്ദാന താനേ താനേ തന്ദാന. അറിഞ്ഞ നമ്മുടെ ഗംഭീറിന് കേന്ദ്ര വനമന്ത്രി അവാർഡ് കിട്ടിയെന്ന്. ഓ, പപ്പീസിനും ഗംഭീരനും നല്ല പ്രശസ്തിയായല്ലോ. സാറേ, കഴിഞ്ഞ ദിവസം വേറെന്തൊക്കെയോ അവാർഡ് കിട്ടിയിട്ടുണ്ടത്രേ. അതെ. എന്തായാലും ഒരു തൊഴിലുമില്ലാതെ നടന്നിരുന്നവരാ അവര്. ഇപ്പൊ ഒരു തൊഴിലായി, പണമായി, പ്രശസ്തിയായി. സാറേ, നമുക്ക് അവരുടെ ഒരു മാജിക് പരിപാടി സംഘടിപ്പിച്ചാലോ? അത് സൂപ്പർ ഐഡിയ. കുഴപ്പമൊന്നുമില്ല, കുറച്ച് പണം ചെലവാകും. അവര് നമ്മളോട് പണം വാങ്ങുമോ? അവര് കുറെ ഫീസൊക്കെ കൊടുത്ത് പഠിച്ചതല്ലേ. എന്തായാലും ഞാനൊന്ന് കണ്ട് സംസാരിക്കട്ടെ. അതാണ് സാറ് പറഞ്ഞവർ കേൾക്കും. ഒന്നുമില്ലേലും സാറിന്റെ സ്റ്റുഡൻസ് അല്ലേ അവര്. ശരി, ഞാനൊന്ന് ശ്രമിക്കാം. പോട്ടെ, എനിക്ക് ചന്തയിൽ ചെന്നിട്ട് കുറച്ച് കാര്യങ്ങൾ. ശരി. ഹരിതമുത്തേ, സ്നേഹം കിനിയും മുത്തേ, ആനന്ദം വഴിയും മുത്തേ, ഈ വരുവരുത്ത താഴ്വോരങ്ങളിൽ വട്ടം വെതറൂ, ഈ വരുവരുത്ത താഴ്വോരങ്ങളിൽ വട്ടം വെതറൂ, ഈ വരുവരുത്ത താഴ്വോരങ്ങളിൽ വട്ടം വെതറൂ. ബന്ധുരേ सुन मेरे मितुआ, सुन मेरे जाती रे, सुन मेरे बंधुരേ. ആഹാ, നിങ്ങളെ കുറിച്ച് ഞാനിപ്പോ ഓർത്തതേ ഉള്ളൂ. എന്തായാലും കണ്ടത് വളരെ നന്നായി. ഞാനും സാറിനെ കാണാനിരിക്കുകയായിരുന്നു. ഓ, അപ്പോൾ പരിപാടിയുടെ കാര്യം പപ്പീസ് അറിഞ്ഞിരിക്കുമല്ലേ? ഏത് പരിപാടി? നമ്മുടെ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഒരു മാജിക് ഷോ പരിപാടി നടത്തുന്ന കാര്യം പറഞ്ഞില്ലേ? ഇല്ലല്ലോ സാറേ, ഞാൻ അതൊന്നും അറിഞ്ഞില്ല. ഞാൻ ആകെ പ്രശ്നത്തിലാ സാറേ. എന്ത് പ്രശ്നം? അത് പിന്നെ ഞാൻ സാമ്പത്തിക പ്രശ്നമാകാൻ സാധ്യതയില്ല. കാരണം ഇഷ്ടംപോലെ സ്റ്റേജ്, ഇഷ്ടംപോലെ പണം, ഇഷ്ടംപോലെ പ്രശസ്തി. പിന്നെന്താ ഇത്ര വലിയ പ്രശ്നം? അത് പിന്നെ സാറേ, എല്ലാം ഉണ്ടാക്കുമായിരുന്നു.
പക്ഷേ എന്തിനങ്ങനെ കരയുന്നേ? എന്താ പപ്പീസ്, കാര്യം പറയൂ. ഞാനും ഗംഭീറും ഒരുമിച്ച് ആ ഷോ നടത്താറ്. പക്ഷേ പണം അതെനിക്ക് കുറച്ചേ തരൂ. അതെങ്ങനെ ശരിയാകും? നിങ്ങൾ രണ്ടാളും മാജിക് പഠിച്ചതല്ലേ? അതൊക്കെ പഠിച്ചതാ സാറേ. പക്ഷെ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നത് ഗംഭീര. 1000 രൂപ കിട്ടിയ എനിക്ക് 100 രൂപ തരും. ബാക്കി 900 അവൻ എടുക്കും. ഹോ, കഷ്ടം. മടുത്തു സാറേ. ഞാൻ അവരുമായിട്ടുള്ള കൂട്ടുവിടാൻ പോവാ സാറേ. പപ്പീസ് വിഷമിക്കാതെ നമുക്ക് എന്തെങ്കിലും വഴി കണ്ടെത്താം. എന്ത് വഴി? എല്ലാം മതിയാക്കിയാലോ എന്ന് ഞാൻ ആലോചിച്ചാ സാറേ. അങ്ങനെയൊന്നും വേണ്ട. നമ്മുടെ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പരിപാടിയോടെ എല്ലാം ശരിയാകും. ഓ ശരി സാറേ. പപ്പീസ് ധൈര്യമായിട്ട് പോ. നമ്മുടെ വസന്തം ക്ലബിന്റെ പരിപാടിക്ക് നമുക്ക് കാണാം. ഓ ശരി സാർ. ചെല്ല്. ശ്ശോ. ആ ക്ലബിന്റെ ബുക്കിംഗ് വേണ്ടായിരുന്നു. അതെന്താ? അവര് കാശ് തരുമാവോ? കാശൊക്കെ തരും. വമ്പൻ സാറാ പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്നത്. പപ്പീസിന്റെ ഡിസ്കിൽ വേണമെങ്കിൽ പരിപാടി നടത്താം. ഓ എന്റെ ഗംഭീര ഡിസ്ക് അല്ല റിസ്ക്. എന്തായാലും ശരി, എനിക്കൊരു ഡിസ്ക് വിൽക്കാനാവില്ല. ഓ താനൊരു ഡിസ്ക് എടുക്കണ്ട പോരെ? ഓക്കെ അങ്ങനെ മതി. പ്രശസ്ത മജീഷ്യൻ പ്രൊഫസർ ഗംഭീർ വാല അവതരിപ്പിക്കുന്ന നെക്സ്റ്റ് ഐറ്റം വാനിഷിംഗ്. ഈ മാജിക്കിന് ഒരു പ്രത്യേകതയുണ്ട്. ഞങ്ങളുടെ കയ്യിൽ കളക്ഷൻ ചെയ്ത് കിട്ടിയ 1,00,000 രൂപ വമ്പൻ സാറിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഈ പെട്ടിയിൽ കയറിയ ഞാൻ അപ്രത്യക്ഷനായില്ലെങ്കിൽ ആ കാശ് നിങ്ങൾക്കെടുക്കാവുന്നതാണ്. വെൽക്കം ടു സ്റ്റേജ് മിസ്റ്റർ ഗംഭീർ വാല. ഇത് വേണായിരുന്ന ഇതുവരെയുള്ള സമ്പാദ്യാണത്. കാണികളുടെ വിശ്വാസം പിടിച്ചു പറ്റുന്നുണ്ടോ? വേണം അത് വേണം. നിങ്ങളുടെ കൈയടിയും പ്രോത്സാഹനവും ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. നോക്കിക്കൊള്ളൂ. മായാജാലമല്ല, അതെ. കൺകെട്ടല്ല. അതെ. Vanishing. Vanishing. The magic of world and vanishing. ഈ പെട്ടിയിലൂടെ പപ്പീസ് അപ്രത്യക്ഷനാകുന്ന അപൂർവ കാഴ്ച. Vanishing of world. Come on. അതൊരു സംഭവമാണ് കേട്ടോ. Look at this. Look at this. Look it. You. സുഹൃത്തുക്കളെ, കണ്ണിനെ എന്നിലേക്ക് തന്നെ കേന്ദ്രീകരിക്കുക. വാനിഷിംഗ് ഓഫ് ദ വേൾഡ്. ഇത്രയും നാൾ നീ എന്നെ പറ്റിച്ചതല്ലേ? ഇത് വമ്പൻ സാറ് പറഞ്ഞു തന്ന തന്ത്രമാ. നിനക്ക് ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. ഞാൻ പറഞ്ഞില്ലേ, മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കാമെന്ന് നിന്റെ മോഹം ഇതോടെ തീരും. നമ്മുടെ ഇതുവരെയുള്ള സമ്പാദ്യം വമ്പൻ സാറിന്റെ കയ്യില. നിനക്ക് നല്ല ബുദ്ധി തോന്നുകയാണെങ്കിൽ നാളെ വമ്പൻ സാറിന്റെ അടുത്തേക്ക് വാ. ഇപ്പൊ തൽക്കാലം ജീവനം കൊണ്ട് ഓടിക്കോ.
നേരെ വാ, വാ, വാ. ഓടിക്കോ, ഓടാൻ നോക്ക്. എന്തിനാ നീ നേരെ ഓടുന്നേ? ഈ ഒരു തൊപ്പി. സാറേ സാറേ എന്താ ഇത് ഗംഭീർ? എഴുന്നേൽക്കൂ. ഒരിക്കലും ഞാൻ ആരെയും പറ്റിക്കില്ല സാറേ. ഗംഭീറിന്റെ ഷോ വിജയിച്ചത് ഗംഭീറിന്റെ മാത്രം കഴിവുകൊണ്ടല്ല, ഗംഭീറിനെ പോലെ തന്നെ ഈ പപ്പീസിനും അതിൽ പങ്കുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. നമുക്കൊരു വിജയമുണ്ടാകുന്നുവെങ്കിൽ അതിൽ നമ്മുടെ മാതാപിതാക്കളുടെയോ കൂട്ടുകാരുടെയോ കൈത്താങ്ങുണ്ടായിരിക്കും. ആ ഗംഭീറിന് ഇപ്പൊ തെറ്റ് മനസ്സിലായി കാണും അല്ലേ? മനസ്സിലായി സാറേ. ചങ്ങാതി എന്നോട് പിണക്കാണോ? അയ്യോ, ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല കണ്ടോ ഗംഭീരേ. ഗംഭീർ, ഇത്രയൊക്കെ പപ്പീസിനോട് ചെയ്തിട്ടും പപ്പീസിന് ഗംഭീറിനോട് ഒരു പിണക്കവുമില്ല. ഇതിനെയാണ് സൗഹൃദം എന്ന് പറയുന്നത്. പപ്പീസ് യഥാർത്ഥ സൗഹൃദം എന്നത് ദൈവീകമാണ്. ഈ സൗഹൃദം തുടരുമ്പോൾ ദൈവം നിങ്ങൾക്ക് കൂട്ടുണ്ടാകും. അനുഭവ പാഠങ്ങളുടെ ലോകത്തിൽ നിന്നും ഇനി ദർശനവാക്യങ്ങളുടെ ലോകത്തിലേക്ക്. ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ. ഹായ് ടിങ്കു. ഹായ് അങ്കിൾ. ഹായ് കൂട്ടുകാരെ. ടിങ്കുവിൻ്റെ വിശേഷങ്ങൾ കേൾക്കാൻ ഞങ്ങൾക്ക് ഒരുപാട് കൊതിയായിട്ടിരിക്കുകയാണ്. എന്തെല്ലാമാണ് നിൻ്റെ വിശേഷങ്ങൾ? അങ്കിൾ, ആ, എനിക്കൊരു സമ്മാനം കിട്ടി. ഓഹോ, സമ്മാനം കിട്ടിയോ? എന്തിനാ നിനക്ക് സമ്മാനം കിട്ടിയത്? ഞങ്ങളുടെ സ്കൂളിൽ ആ, ഒരു ക്രിസ്മസ് ഉണ്ടായിരുന്നു. ഓ അത് ശരി. ആഹാ, അപ്പം വേദവിജ്ഞാനത്തിനാണ് നിനക്ക് നല്ലൊരു സമ്മാനം കിട്ടിയതല്ലേ? അതെ അങ്കിൾ. ഓക്കെ, ബൈബിളിനെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ നിനക്കറിയാം? ഒരുപാട് കാര്യങ്ങളറിയാം. ഓ, എന്നാൽ ടിങ്കുവിൻ്റെ ബുദ്ധിയെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കണം അല്ലേ? ആ, എന്നാ നോക്കിക്കോ അങ്കിൾ. ഓക്കെ, എന്നാൽ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം. അതിന് കറക്റ്റ് ഉത്തരം പറയുമെന്ന് ഞാൻ നോക്കട്ടെ. ശരി അങ്കിൾ, ചോദിക്കാം. ഓക്കെ, ബൈബിളിലെ ഏറ്റവും സുന്ദരനായ വ്യക്തി എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? ആ, ഞാൻ പറയട്ടെ. ആ പറ, ഞാൻ അറിയാം. പെട്ടെന്ന് പറ. ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നേ? ഞാൻ പറയട്ടെ. പറയടാ. ആശയെക്കുറിച്ച്. ഓ ശരിയാണ്, മോശക്കുഞ്ഞ് ജനിച്ചപ്പം നല്ല സുന്ദരനാണെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വളരെ വലിയൊരു പാട്ടുകാരനെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. ആരാണ് ആ പാട്ടുകാരൻ? ആ, ഞാൻ പറയട്ടെ. ആ പറ, ആരാത്? ദാവീദ്. ഓ ശരിയാണ്, ദാവീദ് നല്ലൊരു സംഗീതജ്ഞനായിരുന്നു അല്ലേ? ഒരുപാട് പാട്ടുകൾ എഴുതി പാടി. ശരി, അങ്ങനെയെങ്കിൽ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. എന്താ അങ്കിൾ? ചോദിക്കട്ടെ? ആ, ചോദിക്കാം അങ്കിൾ. ഓക്കെ, ബൈബിളിൽ ഒരുപാട് ലേഖനങ്ങൾ എഴുതിയ ഒരു വ്യക്തിയുണ്ട്, നല്ലൊരു എഴുത്തുകാരൻ. ആരാണെന്നറിയാമോ? എനിക്കറിയാം. ആരാത്? ഞാൻ പറയട്ടെ. ആ ആരാത്? അലോസ്. ഓ ശരിയാണ്. അപ്പം ടിങ്കുവിന് ഒരുപാട് കഴിവുകളുണ്ട് കേട്ടോ. ടിങ്കുവിന് ബൈബിളിനെ കുറിച്ച് നല്ല അറിവുകളുണ്ട്. കൂട്ടുകാരെ, നിങ്ങളും ബൈബിൾ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. എന്നാൽ ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്കിൾ ചോദിച്ചു, ഒരുപാട് ചോദിച്ചു, എനിക്കറിയാം. അറിയാവോ? ഓക്കെ, എന്നാൽ ബൈബിളിലെ ഏറ്റവും വലിയ ശക്തിമാനായ വ്യക്തി ആരാണ്? വളരെ ശക്തനായൊരു വ്യക്തിയുണ്ട്. ആരാന്നറിയാമോ? അറിയാം അറിയാം. ആരാത്? ഞാൻ പറയട്ടെ. ആ, എന്താ പേര്? ശിംശോൻ. ആ ശരിയാണ്, ശിംശോൻ വളരെ ശക്തനായ വ്യക്തിയാണ്. ശിംശോനെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ വളരെ അനുഗ്രഹങ്ങൾ നേടിയ ഒരു വ്യക്തിയാണ് ശിംശോൻ എന്ന് പറയുന്നത്. ആണോ അങ്കിൾ? അതെന്താ അങ്ങനെ പറഞ്ഞേ? അത് ഞാൻ പറഞ്ഞു തരാം. ശിംശോൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരുന്നു. ആണോ അങ്കിൾ? പിന്നല്ലാതെ ദൈവം ഒരു പ്രത്യേകമായ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ശിംശോനെ ഭൂമിയിലേക്ക് അയച്ചത്. ശിംശോൻ്റെ മാതാപിതാക്കളോട് ദൈവം അരുളി ചെയ്തത് എന്താണെന്നറിയാമോ? എന്താ അങ്കിൾ? ഇവൻ ഇസ്രയേലിനെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്നും രക്ഷിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറും. ആണോ അങ്കിൾ? നല്ല കാര്യമല്ലേ? അതെ അതെ, നാമും ശിംശോനെ പോലെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഈ ഭൂമിയിൽ ജനിക്കുന്ന ഓരോ കുഞ്ഞിനെക്കുറിച്ചും ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട്. എന്നെക്കുറിച്ച്, ഓരോ കൂട്ടുകാരെക്കുറിച്ചും ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട്. നാമും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. പിന്നെ എന്താ അങ്കിൾ? അതുമാത്രവുമല്ല, ശിംശോന് നല്ല മാതാപിതാക്കളെ ലഭിച്ചിരുന്നു. അതെന്താ അങ്കിൾ അങ്ങനെ പറഞ്ഞേ? കാരണം അവരുടെ മാതാപിതാക്കൾ, ശിംശോൻ്റെ മാതാപിതാക്കൾ വളരെയധികം പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ആണോ അങ്കിൾ? അതെ, ഏത് കാര്യത്തിനും ദൈവസന്നിധിയിൽ ചെന്ന് ദൈവത്തോട് അഭിപ്രായം ചോദിക്കുന്ന
നല്ല സ്വഭാവമുള്ള കൂട്ടരായിരുന്നു ശിംശോൻ്റെ മാതാപിതാക്കൾ. അതെ അങ്കിൾ, എനിക്കറിയാം. എന്തറിയാം? നമുക്കുണ്ടല്ലേ? അതെ അതെ, നമുക്കും നല്ല മാതാപിതാക്കളെ ദൈവം നൽകിയിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്ന, നമുക്ക് വേണ്ടി കരുതുന്ന, നമ്മെ സഹായിക്കുന്ന നല്ല മാതാപിതാക്കൾ, അവരെ നാം അനുസരിച്ചു വളരേണ്ടത് വളരെ ആവശ്യമാണ്. അങ്കിൾ, എന്ന ഒരു കാര്യം എനിക്കറിയാം. എന്താ നിനക്കറിയുന്നത്? ശിംശോന്റെ കാര്യം. ആ ശിംശോൻ്റെ കാര്യം എന്താ സംഭവിച്ചത്? അവൻ ചില കാര്യം ആ മാതാപിതാക്കളോട് പറഞ്ഞില്ല. ഓ, അത് ശരിയാണ്. മാതാപിതാക്കൾ ശിംശോനെ വളരെയധികം സ്നേഹിക്കുകയും അവർക്ക് വേണ്ടതെല്ലാം നൽകിയെങ്കിലും ശിംശോൻ എല്ലാ കാര്യങ്ങളും മാതാപിതാക്കളോട് പങ്കുവച്ചില്ല. എത്രയോ മോശമായ കാര്യമാണല്ലേ? അതെ അങ്കിൾ. നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും സന്തോഷങ്ങളെല്ലാം ദൈവത്തോട് പങ്കുവെക്കുന്നവരായി മാറണം. മാത്രമല്ല, നമ്മെ വളർത്തുന്ന മാതാപിതാക്കളോടും നാം പങ്കുവെക്കണം. ശരി അങ്കിൾ. പിന്നെ എന്താ അങ്കിൾ? മാത്രവുമല്ല, ശിംശോൻ്റെ മൂന്നാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവത്താൽ ശക്തി ലഭിച്ചവനായിരുന്നു. അതെന്താ അങ്കിൾ അങ്ങനെ പറഞ്ഞേ? കാരണം വളരെ ശക്തി ലഭിച്ചൊരു വ്യക്തിയാണ് ശിംശോൻ എന്ന് പറയുന്നത്. ഒരു ദിവസം ശിംശോൻ യാത്ര ചെയ്തു പോകുമ്പോൾ ഒരു സിംഹം തന്നെ കടിക്കുവാനായിട്ട് അടുത്തു വന്നു. ഉടനെ ദൈവത്തിൽ നിന്നും ശക്തി ലഭിച്ച് ശിംശോൻ ആ സിംഹത്തെ കീറിക്കളഞ്ഞു. എങ്ങനെയാണ് ശിംശോൻ ആ സിംഹത്തെ കീറിക്കളയാനായിട്ട് ഇടയായി തീർന്നത്? ദൈവം ശക്തി കൊടുത്തു. അതെ അതെ, ദൈവം ശക്തി കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങൾ ശിംശോൻ്റെ ജീവിതത്തിൽ കിട്ടി. ദൈവം തിരഞ്ഞെടുത്തു. മാത്രവുമല്ല, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു. നല്ല മാതാപിതാക്കളെ കിട്ടി. പിന്നെ എന്തുണ്ടായി? എന്നാൽ പിന്നീട് നമ്മൾ കാണുന്നത് എന്താണെന്നറിയാമോ? എന്താ അങ്കിൾ? ദൈവം കൈവിടപ്പെട്ടവനായിട്ട്. അയ്യോ, അതെന്താ അങ്കിൾ? ദൈവം കൈവിട്ട അവസ്ഥയിൽ വന്നു. എന്താ കാരണം എന്നറിയാമോ? ദൈവത്തിൻ്റെ അനുഗ്രഹവും ശക്തി തന്നിൽ നിന്ന് പോയി. അയ്യോ, എന്ത് പറ്റി അങ്കിൾ? കാരണം അവൻ ലോകത്തെ സ്നേഹിച്ചു. എന്താ അങ്കിൾ അങ്ങനെ പറഞ്ഞത്? അവൻ തെറ്റായ കാര്യങ്ങൾ, ഒരുപാട് നിബന്ധനകൾ തനിക്കുണ്ടായിരുന്നു. പക്ഷേ ആ നിബന്ധനകൾ തൻ്റെ ജീവിതത്തിൽ തെറ്റിച്ചു. കൂട്ടുകാരെ, നമുക്ക് നല്ല മാതാപിതാക്കളെ കിട്ടിയിട്ടുണ്ട്. ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചത്. മാത്രവുമല്ല, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം ഓരോ ദിവസവും പ്രാപിക്കുന്നവരാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തെ സ്നേഹിച്ചാൽ നമ്മുടെ ജീവിതവും ദൈവം കൈവിട്ട അവസ്ഥയിലാകും. അയ്യോ അങ്കിൾ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. നീ മാത്രമല്ല, കൂട്ടുകാരുടെ ജീവിതത്തിലും ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെയാണ്. പ്രപഞ്ചമോഹത്തെ വർജിച്ച് നല്ല കുട്ടികളായി മാതാപിതാക്കളെ അനുസരിച്ചും ദൈവഭയത്തിലും ജീവിക്കുക. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ശിംശോന്റെ പാഠം ഒരു മാതൃകയല്ലേ? അതെ അതെ, അത് തീർച്ചയായിട്ടും ശിംശോൻ വലിയൊരു പാഠമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ആ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കുവാൻ ദൈവഭക്തിയോടുകൂടെ നമുക്ക് ജീവിക്കാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു അങ്കിൾ. ഓക്കെ, ബൈ. ഇന്നത്തെ അനുഭവങ്ങളും കാഴ്ചകളും ദർശനങ്ങളും നിങ്ങളെ എങ്ങനെ സ്വാധീനിച്ചു എന്നറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. കത്തുകൾ അയക്കേണ്ട വിലാസം: ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. അടുത്ത ആഴ്ച വീണ്ടും കാണുന്നത് വരെ നമുക്ക് പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. നന്ദി, നമസ്കാരം.